ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു പഴംപൊരിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇടുന്നത്. നമ്മൾ അത്യാവശ്യത്തിന് ഒരു 1/2 കിലോ പഴമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യമായ മൈദ, ഒരു 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പ്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനാണ് കേട്ടോ. അതുപോലെ ഒരിത്തിരി ഈസ്റ്റ് മതി കേട്ടോ, കാരണം ഇതിലേക്ക് നമ്മൾ ദോശയുടെ മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പുളിച്ച ദോശ മാവില്ലേ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം മാവ് പാകമാവുന്നതിനാവശ്യമായ വെള്ളം, കാരണം നമുക്കൊരു ദോശയുടെ ഒരു മാവൊക്കെ പോലെ ആ ഒരു പാകത്തിനാണ് ഈ മാവ് കിട്ടേണ്ടത്. പഴംപൊരിയുടെ മാവ് ലൂസായിട്ടുണ്ടെങ്കിൽ നമുക്ക് പഴംപൊരി ശരിയായി കിട്ടില്ല. എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് അടിച്ച്, ഈ മാവിനെ നന്നായി അടിച്ച് മിക്സാക്കി വെക്കുക. 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ചട്ടി നല്ല ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഈ പഴത്തിനെ തൊലി കളഞ്ഞ് ഒരു പഴത്തിന് നമുക്ക് ശരിക്കും 4-5 പീസാക്കി എടുക്കാം കേട്ടോ. എണ്ണ നന്നായി ചൂടായ ശേഷം ഓരോ കഷ്ണങ്ങളെയും നമുക്ക് എണ്ണയിലേക്ക് ഇടാം. എണ്ണ നേരെ ചൂടായിട്ടില്ല എന്നുണ്ടെങ്കിൽ പഴംപൊരി എണ്ണ ഒടിച്ച് നേരായി കിട്ടില്ല കേട്ടോ. ഇതിലേക്ക് നമ്മൾ കളറുകളോ മഞ്ഞപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ലേ, എന്നാൽ പോലും അത് നല്ല ഗോൾഡൻ കളറായി നമുക്ക് കിട്ടും. ഗോൾഡൻ കളറായതിന് ശേഷം നമുക്ക് പഴംപൊരീനെ കോരിയെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരിക്കലും പഴംപൊരി ഫ്ലോപ്പായി പോവില്ല കേട്ടോ. കടയിൽ നിന്നൊക്കെ കിട്ടുന്നത് പോലെ നല്ല പഴംപൊരിയായിരിക്കും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ.